നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. നമുക്കിന്ന് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു വാർത്തയാണ്. കടലാഴങ്ങളിൽ 3 ജീവൻ, ആശ്വാസമില്ലാതെ തീരം. കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുട്ടിയുടെയും വൈഫിൻ്റെയും അടുത്ത് ഇരിക്കുന്ന ഒരു ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. കടലിൽ കാണാതായ ജോണിൻ്റെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മക്കളുമായി സംസാരിക്കുന്നു. രണ്ടുപേരുടെയും, പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കടലാഴങ്ങളിൽ മറിഞ്ഞ 3 ജീവനു വേണ്ടിയുള്ള തിരച്ചിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇന്നലെയും ആശ്വാസ സൂചനകളില്ല. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനെയും വിഴിഞ്ഞത്ത് കാണാതായ ജോണിനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നലെ 11 ദിവസം പിന്നിട്ടു. തെരച്ചിൽ വൈകിയതിലും അനാസ്ഥയിലും കാണാതായവരുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് വൈകാരിക പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു. മത്സ്യത്തൊഴിലാളി സംഘടനകളിൽ നിന്നും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്നലെ 11 ദിവസം കഴിഞ്ഞു. ഗൗതമിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തെരച്ചിൽ ഊർജിതമാക്കിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം തെരച്ചിൽ കാര്യക്ഷമമാക്കാത്തതിനെ തുടർന്ന് നീണ്ടകരയിലെ തീരദേശ പോലീസ് സ്റ്റേഷനിൽ രേഷ്മ പ്രതിഷേധിച്ചിരുന്നു. ഗൗതമിന്റെ അച്ഛനും മുത്തശ്ശനും അപകടത്തിൽ മരിച്ചിരുന്നു. അവരുടെ ആ ഒരു അവസ്ഥ, അവരുടെ വീട്ടിൽ അച്ഛനും മുത്തശ്ശനും അവരുടെ മകനും മരിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അച്ഛനും മകനും മുത്തശ്ശനും ഒക്കെയാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വീട്ടിൽ അവരാണ് കാര്യങ്ങൾ നോക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കോ അവരുടെ ഭാര്യയ്ക്കോ ഒക്കെ ഇതുപോലെ തന്നെ വിഷമങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു 11 ദിവസമായിട്ട് കൂടെ ഇവരുടെ ആ ഒരു ബോഡി കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ സർക്കാരിൻ്റെ വലിയ തോൽവിയായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കടലിൽ പോകുന്നവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന രക്ഷാപ്രവർത്തന സംവിധാനം സംസ്ഥാനത്ത് ആവിഷ്കരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാണാതായവരെ കണ്ടെത്താൻ നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ ഈ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ സർക്കാർ വന്നിട്ട് കൂടെ ഈ ഒരു വെള്ളത്തിൽ കാണാതെ മത്സ്യത്തൊഴിലാളികൾ 3 പേരാണ് കാണാതായിട്ടുള്ളത്. മകനും അച്ഛനും മുത്തശ്ശനും ഒക്കെയാണ് കാണാതായിട്ടുള്ളത്. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു മനസ്സിൻ്റെ വേദന എന്ന് പറയുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അതൊന്നും മനസ്സിലാകത്തില്ല. എന്തായാലും ഇനിയുള്ള തിരച്ചിലിൽ അറിയാൻ പറ്റും അവരെ കിട്ടുമോ, കാണാതായവരെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ വേറൊരു വാർത്തയാണ്. കസ്റ്റഡിക്കായി പോലീസ് ആയങ്കിയെ കൊച്ചിയിലെത്തിക്കും. അർജുനായങ്കിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ അന്വേഷണ ഭാഗമായി കണ്ണൂരിൽ നിന്ന് ആദ്യം എത്തുക കൊച്ചിയിലേക്ക്. ആയങ്കി പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഉറവിടം എറണാകുളം ജില്ലയിലായിരുന്നു. സൈബർ ഭീഷണി മുഴക്കാൻ ആയങ്കി ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കേസിൽ നിർണായക തെളിവാണ് ഫോൺ. ആയങ്കിയെ ഏതാനും നാൾ മുമ്പ് കസ്റ്റഡിയിലെടുത്തത് കോതമംഗലം പോലീസായിരുന്നു. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറെ ആയങ്കി വെല്ലുവിളിച്ചു. നിലവിൽ 14 ദിവസത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് ആയങ്കി. തലശ്ശേരി കോടതിയിലാകും കസ്റ്റഡി അപേക്ഷ നൽകുക. കോതമംഗലം CIക്കെതിരെയുള്ള വെല്ലുവിളി ഗുരുതരമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ആയങ്കി വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സൈബർ അധിക്ഷേപത്തിന് എറണാകുളം റൂറൽ പോലീസും കേസെടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിപ്പം നമുക്ക് ആരോട് വേണേലും വിരോധമുണ്ടാകാം. അതിപ്പം ഏതൊരു പാർട്ടിക്കാരോടാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാകാം. പക്ഷേ അവരെ ഈ ഒരു രീതിയിൽ വെല്ലുവിളിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹത്തിന് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനാണേലും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. ആഭ്യന്തരമന്ത്രിക്കാണേലും പ്രധാനമന്ത്രിക്കാണേലും ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയം കാണും. പക്ഷേ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ സൈബർ ആക്രമണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം കേസ് എടുക്കുന്നത്. ഇപ്പം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചതിന് കേസെടുത്തിട്ടുണ്ട് പലർക്കുമെതിരെ. എന്തുവാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. എന്തുവാണെങ്കിലും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് അതെല്ലാവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുപോലെ വേറൊരു വാർത്തയാണ്. കേരളം ഇന്ന് സഭ കടന്നേക്കും. ഭരണഘടനയിൽ കേരള എന്നത് കേരളം എന്ന് മാറ്റാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളം കാരണം ഇന്നലെ പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും പരിഗണിച്ചേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിരുന്ന ബിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്ന മുറയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നിയമമാകുന്ന ബിൽ ഗസറ്റ് വിജ്ഞാപനവും ചെയ്ത ശേഷം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരും. കേരളം എന്ന് പറയുന്നത് മലയാളികളുടെ നാടാണ്. മലയാളികൾ തന്നല്ല, അല്ലാത്തവരും
ഇവിടെ വരാറുണ്ട്. പക്ഷേ കേരള എന്നത് അതൊരു ഇംഗ്ലീഷ് പദമാണ്. അപ്പം അത് കേരളമെന്നാക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിലെ എതിർക്കുന്നവരും കാണാം പ്രതിപക്ഷം. അതുപോലെ വേറൊരു വാർത്തയാണ്, അമിത് ഷാ വരും, ബഹളം വെക്കരുത്, പ്രതിപക്ഷത്തോട് ഉപാധി വെച്ച് കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. അതുപോലെ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഓടിക്കളയരുത്, സമാധാനത്തോടെ കേൾക്കണം, ചർച്ചയിലോ അമിത് ഷായുടെ മറുപടി പറയുന്ന സമയത്തോ ബഹളം ഉണ്ടാക്കരുത്, മുദ്രാവാക്യം വിളിക്കരുത് എന്നിങ്ങനെയായിരുന്നു ഉപാധികൾ. ഇതിന് വഴങ്ങാത്ത പക്ഷം അയോധ്യ സംഭാവന കൊള്ളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നിലപാട് കടുപ്പിച്ചു. രണ്ടു വിഷയങ്ങളിലും വിട്ടുവീഴ്ചയില്ലെന്നും വ്യക്തമാക്കി. വിദ്യാർത്ഥി സമരത്തിൽ അമിത് ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് 16 ദിവസമായി പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. ഈ ദിവസങ്ങളിലൊന്നും അമിത് ഷാ പാർലമെന്റിൽ എത്തിയില്ല. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അയോധ്യ വിഷയത്തിൽ കൂടി ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ ഇരു സഭകളിലും നിസ്സഹകരണം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതിപ്പോൾ വിദ്യാർത്ഥികളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒന്നുമല്ല ഈ പ്രതിപക്ഷം കൂട്ടു നിൽക്കുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു വീണിടം മുതലാക്കുക എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. കേന്ദ്രമാണ് നീറ്റ് പരീക്ഷയും എല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് നോക്കിയിരിക്കാൻ കിട്ടുവാണ് പ്രതിപക്ഷം അവിടെ കിടന്നിങ്ങനെ ഉരുളാനായിട്ട്, അത്രേ ഉള്ളൂ. അവരത് മുതലെടുക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും അല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരെ സകല എല്ലാവരും ഉണ്ട്. മുഖ്യമന്ത്രി എന്ന് തന്നെയല്ല, എല്ലാ ആൾക്കാരും ഒരാളിനെ മാത്രം കേന്ദ്രീകരിച്ച് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം PSCയുടെ കാര്യത്തിനാണെങ്കിലും ഒരുപാട് മരണങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, എന്തുവാണേലും വീണിടം മുതലാക്കുകയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ വേറൊരു വാർത്തയാണ്, റേഷനരിയുടെ അളവിലും വിലയിലും മാറ്റമില്ല, മറിച്ചുള്ളത് വ്യാജ പ്രചാരണം. ഇത്തവണത്തെ ഓണം റേഷൻ വിഹിതം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പ് അരിക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ട്, റേഷൻ കടയിൽ അരിക്ക് വില കൂടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയൊരു വാർത്തയാണ്. ഓണക്കാലത്ത് റേഷനരിയുടെ വില വർദ്ധിപ്പിച്ചെന്ന് വ്യാജ പ്രചാരണമാണെന്ന് ഭക്ഷ്യവകുപ്പ്. അരിയുടെ വില 10.90 രൂപയിൽ നിന്ന് 26 രൂപയായി വർദ്ധിപ്പിച്ചതായിരുന്നു പ്രചാരണം. ഇത് തികച്ചും അവാസ്തവമാണെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചത്. ഓരോ കാർഡിനുമുള്ള സാധാരണ റേഷൻ അരിവിഹിതം കുറച്ചിട്ടുമില്ല, വില കൂട്ടിയിട്ടുമില്ലെന്ന് ഭക്ഷ്യവകുപ്പ് വിശദീകരിച്ചു. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഓരോ കാർഡിൻ്റെയും മഞ്ഞക്കാർഡ് 30 കിലോ അരിയും 5 കിലോ വരെ ഗോതമ്പും, ഗോതമ്പിന് പകരം 3 കിലോ ആട്ട കിലോഗ്രാമിന് 7 രൂപ നിരക്കിൽ. പിന്നെ കൂടാതെ സൗജന്യ കിറ്റ്, ഓണക്കിറ്റ്. പിങ്ക് കാർഡ് ആളൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, ഗോതമ്പിന് പകരം 4 കിലോ ആട്ട വരെ, കിലോഗ്രാമിന് 9 രൂപ നിരക്കിൽ. അതുപോലെ പിങ്ക് കാർഡിന് അരിക്ക് കിലോഗ്രാമിന് 26 രൂപ നിരക്കിൽ ലഭ്യമാക്കും. നീലക്കാർഡ് ആളൊന്നിന് 4 കിലോ രൂപ നിരക്കിൽ 2 കിലോഗ്രാം അരിയും 17 രൂപ നിരക്കിൽ 4 കിലോ വരെ ആട്ടയും. കൂടാതെ സ്പെഷ്യൽ വിഹിതമായി ഒരു കുടുംബത്തിന് 3 കിലോഗ്രാം അരിയും പറയുന്നുണ്ട്. അതുപോലെ വേറൊരു വാർത്തയാണ്, ബാഹുബലിക്ക് KSRTC സജ്ജം, 100ഓളം അധിക ബസ്സുകൾ നിരത്തിലിറങ്ങും. മന്ത്രി PC ജോൺ. കർക്കിടക ബാഹുബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ യാത്രാ ക്രമീകരണം ഒരുക്കുന്നതായി സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ P ജോൺ അറിയിച്ചു. നാളെ പുലർച്ചെ 2 മണി മുതൽ സംസ്ഥാനത്തെ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക ബലിതർപ്പണ നാളെ പുലർച്ചെ 2 മണി മുതൽ സംസ്ഥാനത്തെ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഇതിനു പുറമെ യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ച് വിവിധ യൂണിറ്റുകളിൽ കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെയും ദേവസ്വം മന്ത്രി K മുരളീധരന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗങ്ങളിലെ തീരുമാനപ്രകാരമാണ് KSRTCയുടെ മുന്നൊരുക്കം. അതുപോലെ വേറൊരു വാർത്തയാണ്, കുട്ടനാട് താലൂക്കിൽ ഇന്നും അവധി. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിനാൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയായിരിക്കും. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷയ്ക്ക് മാറ്റമില്ല. അതുപോലെ വേറൊരു വാർത്തയാണ്, ഗർഭിണിയായ ഭാര്യയെ സൈനികൻ ശ്വാസം മുട്ടിച്ചു കൊന്നു, അപകടമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം. മഹാരാഷ്ട്രയിലെ വാഷിമിൽ 7 മാസം ഗർഭിണിയായ ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്ന കേസിൽ സൈനികൻ അറസ്റ്റിൽ. 28-കാരനായ ധനേശ്വറാണ് അറസ്റ്റിലായത്. ആർമിയുടെ 6ാം മറാത്ത ബറ്റാലിയനിൽ സൈനികനായ ഇയാൾ സംഭവം അപകടമാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചതായി പോലീസ് വ്യക്തമാക്കി. യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് സൈനികനും അയാളുടെ മാതാപിതാക്കൾക്കുമെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. ഭാര്യ ദീപാലി വീട്ടിൽ കാൽവഴുതി വീണെന്നും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. യുവതിയെ ആദ്യം ഇയാളൊരു സ്വകാര്യ
സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പിന്നീട് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ ഇതിനിടെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സംഘം ആശുപത്രിയിൽ എത്തിയപ്പോൾ യുവതിയുടെ കഴുത്തിൽ വ്യക്തമായ പാടുകൾ ഉണ്ടായതായി കണ്ടെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ധനേശ്വറിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിൽ ദീപാലിയെ ഇയാൾ നിരന്തരം ഉപദ്രവിച്ചതായും ദീപാലിയുടെ സഹോദരൻ രാഹുൽ ആരോപിച്ചു. ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നതാണ്, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വിവാഹ ജീവിതത്തിൽ ഈ അവിഹിതം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എത്രയൊക്കെ കള്ളത്തരം കാണിച്ചാലും എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതെന്തായാലും പിടിക്കപ്പെടും. ഇപ്പോൾ രണ്ടുപേര് സ്നേഹിച്ച് കെട്ടിന്നിരിക്കട്ടെ, ഒരു സംഭവമാണ്, നടന്ന കാര്യമാണ്. സ്നേഹിച്ച് കെട്ടിയ ഒരു വ്യക്തി, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് വേറെ പല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരുമാതിരി ഈ ഒരു തുടിപ്പുണ്ടല്ലോ, ഈ യുവാക്കളുടെ മനസ്സിലൊരു ഇതുണ്ടായിരിക്കും. എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ചിലർക്കൊക്കെ ഇത് ചിലപ്പം കൊള്ളുമായിരിക്കാം. ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു വിചാരമുണ്ട് ഭാര്യ ഒന്നും അറിയത്തില്ല എന്നുള്ളത്. വീട്ടിൽ എല്ലാവരും അറിഞ്ഞതിന് ശേഷമായിരിക്കും ഭാര്യ അറിയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ അതെന്തായാലും പിടിക്കപ്പെടുമെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നടന്നൊരു സംഭവമാണ്. ഇപ്പം പറയുമ്പം പലർക്കും അത് കൊള്ളായിരിക്കാം. ഇതിപ്പോൾ എന്തായാലും ഈ ധനേശ്വർ എന്ന് പറയുന്ന സൈനികനായിരുന്നു ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുള്ളത്. എന്നിട്ട് ചിലപ്പോൾ അത് പിടിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ആളിനെ കൊല്ലാൻ നോക്കിയതും. ഇതിപ്പോൾ കൊല്ലാതെ കൊല്ലുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ വേറൊരു വാർത്തയാണ്, നമ്മൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ അധികം വിഷമം തോന്നാവുന്ന ഒരു കാര്യമാണ്. പിതാവിനെ തവി കൊണ്ട് തല്ലിക്കൊന്ന മകൻ അറസ്റ്റിൽ. മദ്യപിച്ച് വീട്ടിലെത്തിയതിന് ചോദ്യം ചെയ്ത പിതാവിനെ തവി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. തിരൂർ കുഴുപ്പയിൽ വേലായുധനാണ് കൊല്ലപ്പെട്ടത്. മകൻ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മദ്യപിച്ച് വീട്ടിലെത്തിയ പ്രതിയെ പിതാവ് ചോദ്യം ചെയ്തതോടെ പരസ്പരം വാക്കേറ്റമുണ്ടായി. തുടർന്ന് തവി കൊണ്ട് പിതാവിന്റെ തലക്കടിക്കുകയായിരുന്നു. രക്തം വാർന്നു പോകുന്നത് കണ്ട് മകൻ തന്നെ തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രിയോടെ അദ്ദേഹം മരിച്ചു. തവി കൊണ്ട് തലയ്ക്ക് 3 വട്ടം അടിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ മൊഴി നൽകി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. എന്തുവാണെങ്കിലും ഇപ്പോഴത്തെ കുറെ ആൾക്കാരുണ്ട്, അച്ഛനെയും അമ്മയും തല്ലിക്കൊല്ലുന്ന ശീലമാണ്. എന്തെങ്കിലും ഒന്ന് വാക്കേറ്റം ഉണ്ടായാൽ തന്നെ ഒന്നെങ്കിൽ അവിടെ അച്ഛനെ കൊല്ലും, അല്ലെ അമ്മയെ കൊല്ലും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ എല്ലാം ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും കീഴിലാണ് ഇപ്പോഴത്തെ കൂടുതലും കുട്ടികൾ. എന്തുവാണേലും ആ മനുഷ്യന് പോയി, അത്രയും പറയാം. ഇവന് നഷ്ടമായത് ഇവൻ്റെ അച്ഛനെ. പക്ഷേ ഈ ലഹരിയുടെ പിന്നിൽ ഇവൻ അതൊന്നും ഓർക്കാനേ നിൽക്കത്തില്ല. എന്തായാലും ആശുപത്രിയിൽ കൊണ്ടെത്തിച്ച് ആ ഒരു മനസ്സ് കാണിച്ചു. അതുപോലെ ഒരു സ്പോർട്സ് വാർത്തയാണ്. ഭൂപടത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയ ലവ്ലിനെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. കോമൺവെൽത്ത് ഗെയിംസിലൂടെ ഗ്ലാസ്ഗോയിലെ റെസ്റ്റോറന്റിലെ നാപ്കിൻ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം കണ്ട് പ്രതികരിച്ച ബോക്സിംഗ് താരം ലവ്ലിനയെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലാസ്ഗോയിൽ നിന്ന് മെഡലുമായി തിരിച്ചെത്തി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. ലവ്ലിനയിൽ നിന്ന് സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ മോദി റെസ്റ്റോറന്റ് ഉടമയെ ഇടിച്ചോ എന്ന് ചിരിയോടെ ബോക്സിംഗ് താരത്തോട് ചോദിച്ചു. ഗെയിംസിൽ മെഡൽ നേടിയ സന്തോഷത്തിനിടയിലും ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ലവ്ലിന നടത്തിയ പ്രതികരണം അസാധാരണവും അഭിനന്ദാർഹവുമാണെന്നും മോദി പറഞ്ഞു. ദേശീയബോധം ഉണർത്തുന്ന ഈ പ്രവൃത്തി ഇന്ത്യൻ ജനത എക്കാലത്തും ഇക്കാര്യം ഓർത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ അവസാനിച്ചു. നന്ദി.